എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ശബ്ദമൊക്കെ ശരിയായി എല്ലാം ക്ലിയർ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായം തിങ്കളാഴ്ച ദിവസമാണ്. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, പവർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ ആൻഡ് ഗിഫ്റ്റ് സ്പോൺസേഡ് ബൈ. അതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നത് കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡ് കഴിക്കാനുള്ള വൗച്ചർ സമ്മാനമായിട്ട് തരുന്നുണ്ടാവും. ഗ്രീൻ ഒലീവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന 100 dirhamsന്റെ ഒരു വൗച്ചർ സമ്മാനമായിട്ട് തരുന്നുണ്ടാവും. ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ജസ്റ്റ് കോൾ ചെയ്യുക. ഈ പിന്നിൽ കാണുന്ന അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്ന അക്ഷരങ്ങളിൽ വരുന്ന ഗെയിം എന്താണോ ആ ഗെയിമിലായിരിക്കും നിങ്ങൾ മത്സരിക്കേണ്ടി വരിക. ആ മത്സരിച്ച് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു സമ്മാനം ഉറപ്പായിട്ടും കിട്ടും, അതിലൊരു സംശയമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും വിളിക്കേണ്ടത്. 0423822491. ആൻഡ് ഇത് ജയിക്കുക തോക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു മത്സരമാണ്. വിജയിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞാൻ ജയിക്കാൻ വേണ്ടി ഞാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കും ജയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനും മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആരാണോ ജയിക്കുന്നത്, വൺ മത്സരത്തിലൂടെ ആരാണോ ജയിക്കുന്നത് ആ ജയിക്കുന്ന ആളിനായിരിക്കും സമ്മാനം കിട്ടുന്നുണ്ടാവുക. എത്ര പേര് ജയിക്കുന്നോ ആ ആളിനായിരിക്കും സമ്മാനം കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് ഞാനൊരു ക്രോക്കഡൈൽ പാർക്ക്, ദുബായിലുള്ള ക്രോക്കഡൈൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പേർക്കുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ്, അതുവരെ 2 വലിയ ആൾക്കാർക്കുള്ള ടിക്കറ്റും കൂടി ഞാൻ സമ്മാനമായിട്ട് തരുന്നുണ്ടാവും. അത് നെറുക്കിട്ടെടുത്തിട്ടായിരിക്കും തരുന്നുണ്ടാവും. അതായത് വിൻ ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക. ഒരാൾക്ക് മീൻസ് കിട്ടുന്ന ആളിന് 2 ടിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കേണ്ടത്. 0423822491 എന്നുള്ള നമ്പറിലേക്കാണ് പെട്ടെന്ന് തന്നെ വിളിക്കുക. ഈ പിന്നിൽ കാണുന്ന അക്ഷരങ്ങളാണ് നിങ്ങൾ പൊട്ടിക്കേണ്ടത്. ഓരോ അക്ഷരങ്ങളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. എ മുതൽ പി വരെയുള്ള അക്ഷരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഈ അക്ഷരങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഈ അക്ഷരങ്ങളിൽ എന്ത് ഗെയിമാണ് കിടക്കുന്നത്, ഏത് ഗെയിമാണ് കിടക്കുന്നത് നോക്കാനുള്ളത് നിങ്ങൾക്കാണ്. ആദ്യം വിളിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ അക്ഷരങ്ങൾ മുഴുവനായിട്ടും കിട്ടുക. പിന്നെ വിളിക്കുന്ന ഓരോരാൾക്ക് ഓരോ അക്ഷരം വെച്ച് കുറഞ്ഞു വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിളിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വിളിക്കുന്ന ആൾ 0423822491 എന്നുള്ള നമ്പറിൽ വിളിച്ചതിന് ശേഷം ഒരു കാരണവശാലും ടി വിയിൽ ശ്രദ്ധിക്കാൻ പാടില്ല, ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക. ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക. ടി വിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് ഡിഫറൻറ്റ് ഉണ്ടാവും. ആ 10 സെക്കൻഡ് ഡിഫറൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടി വിയിൽ തന്നെ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ വിളിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഒന്നും ഇടണ്ട, ഡയറക്റ്റ് സംസാരിക്കാം. ഫസ്റ്റ് കോളർ. ഹലോ 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 ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം, ഞാൻ വിനോദാണ്. വിനോദേട്ടാ നമസ്കാരം. ഏതാ അക്ഷരം എടുക്കുന്നേ? അക്ഷരം എല്ലാം എടുക്കാം. എല്ലാം എടുത്തോ? ആരതാ? എന്താണ്? ആരെല്ലാം എടുക്കുന്നേ? ഞാൻ അതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു പാട്ടില്ലേ, അങ്ങനെ എല്ലൂരി കോല് കളിക്കുന്നൊക്കെ പറഞ്ഞല്ലേ? നിങ്ങൾ കളിക്കുന്നു. ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഇതെന്താണ് സംഭവം? ഒന്നുമില്ല. അല്ല, എന്തോ ഓപ്പൺ ആയത് എന്താന്ന് കാണുന്നില്ല എനിക്ക്. വിന്നറായി തീരുമാനിച്ചു. വിന്നർ വാക്കാക്ഷരിയാണ് കേട്ടോ. വാക്കാക്ഷരി എങ്ങനെ? വാക്കാക്ഷരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പാട്ട് പാടാം. ആ പാട്ട് പാടി നിങ്ങൾക്ക് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെച്ച് നിർത്താം. ആ അവസാനം പറയുന്ന ആ വാക്ക് വെച്ചിട്ട് വേണം ഞാൻ പാട്ട് പാടാൻ. പക്ഷേ നിങ്ങൾ ജയിക്കണമെങ്കിൽ ആ വാക്കിൽ നിങ്ങൾക്കൊരു പാട്ടുണ്ടായിരിക്കണം. അതേപോലെ ഞാൻ പാടി കഴിഞ്ഞിട്ട് ഞാനും ഒരു വാക്ക് അങ്ങോട്ട് തരും. അപ്പോഴും നിങ്ങൾ പാടിയില്ലെങ്കിലും ഞാൻ ആ വാക്കിൽ ഒരു പാട്ട് പാടിയാൽ മാത്രമേ ഞാൻ വിന്നാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഒരു പാട്ടെന്ന് പറഞ്ഞു. ആരാ നിങ്ങൾ ഏത് പാട്ടാ സ്റ്റോപ്പ് ചെയ്ത? എങ്ങനെയാണ് വാക്കാക്ഷരി? ഒരു ഫോർ എക്സാമ്പിൾ അല്ലേ? മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. ചുവട്ടിൽ. അപ്പൊ ചുവടെ എന്നൊക്കെ വരുന്ന വാക്ക് എവിടെയെങ്കിലും വരുന്നൊരു പാട്ടായിരിക്കണം. അത് തുടക്കം തന്നെ വേണമെന്നില്ല. ആ വാക്ക് എവിടെയെങ്കിലും വന്നാൽ, ഇപ്പൊ ചുവട് എന്നുള്ള വാക്കിന്റെ പറയുമ്പോ ചുവടെന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ പാട്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഓപ്ഷൻ ഇല്ലല്ലോ മാറ്റാൻ? ഇല്ല, ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ തുടങ്ങാൻ നമുക്ക് എന്തായാലും നോക്കാം. എവിടെയെങ്കിലും ആരാ പാട്ട് കൊണ്ടാത്ത? ഞാനല്ലേ ഫസ്റ്റ്. നിങ്ങൾ തുടക്കക്കാരൻ. കറുത്ത പെണ്ണി നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. ഇത് വാക്കിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കാം നമുക്ക്. വരുത്തപ്പെട്ടേൽ നിർത്തി. ഞാനൊരു പെട്ടയിലൊന്നും നിർത്തി കഴിഞ്ഞാൽ ബാക്കി പാട്ട് നിങ്ങൾക്കും കിട്ടണോ? വരുത്തപ്പെട്ടേൽ ഞാനൊരു വണ്ടായി ചമഞ്ഞേടി. അപ്പൊ എടി അല്ലേ? ചമഞ്ഞേനടി. അപ്പൊ ചമയം
അപ്പൊ ചമയം, ചമയുക, ചമഞ്ഞു അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആക്കാം. അപ്പൊ ചമയം, ചമഞ്ഞു, ചമയം, ചമയൽ. ഈശ്വര, ഓരോ വള്ളിക്കെട്ടെടുത്ത് തലയിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഇവിടെ കിടന്ന് അനുഭവിക്കാനുള്ള. ചമയുക, ചമയാൻ, മാനസപ്പൊയ്കയില്. യെസ്, ചമയൽ, ചമയുക, ചമഞ്ഞു, ചമഞ്ഞു, ഞാൻ ചമ്മി. ചമയൽ, ചമയുക, ചമയ. ആ നിരഞ്ജൻ കാണാൻ പോലുമില്ല, അവൻ്റെ അഡ്രസ്സ് പോലുമില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദുഷ്ടനാണ് അവൻ, ദുഷ്ടൻ. ചമഞ്ഞ് 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 ചമഞ്ഞിരിക്കും. ഹലോ, ഞാൻ നിങ്ങളെ പോലെയാണ്. ചമ്മി, നാശമായി. ചമയൽ. നിങ്ങൾ ഇതിന്റെ പാട്ട് പാടണോട്ടാ. ഞാൻ പറയട്ടെ, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് തരാം. അല്ല, ആയിട്ടില്ല, ഞാൻ ട്രൈ ചെയ്യട്ടെ. ഞാൻ എന്താ പറയാ, ഈ ചമയം എന്നുള്ളത് ചാ വെച്ചിട്ടൊരു വാക്ക്. അത് പറ്റില്ല, അത് അന്താക്ഷരിയല്ലേ, ഇത് വാക്കാക്ഷരിയാണ്. അപ്പൊ ചമയൽ, ചമയം. ഇല്ല, പാട്, പാട്. നീ സമയമാണ് പാടാൻ വേണ്ടിട്ട്. കൊറേ സമയം തരൂല. ചമയെന്ന വാക്കുണ്ടാകാൻ മതി. മതി. ആ, പാട്. ചന്ദാമാമ പറ്റൂല. അല്ല അല്ല, അതല്ല. ചന്ദാമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ, അതിലൊന്നുമില്ല. സിനിമയുണ്ട് പക്ഷേ. ചമയം സിനിമയൊന്നുമില്ല. ചമയം, സിനിമയുണ്ട്. ചമയ അതല്ല. ചമയുക, ചമയൽ, ചമഞ്ഞു, ചമഞ്ഞു. അപ്പൊ തോറ്റായിട്ട് പ്രഖ്യാപിക്കാം നിങ്ങളെ. അയ്യോ, നിരഞ്ജനുണ്ടോ പാട്ട്? അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് ആ പാട്ടില്ലേ നടക്കണത്? ആരാണ്? അത് ചമയം സിനിമയിലെ പാട്ട്, അത്രേ ഉള്ളൂ. ഞാനല്ല പരുന്തല്ല തീരകളല്ല ചെമ്മാനം വാഴണ ചിറയും അങ്ങേ കടവില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അതിലൊന്നുമില്ല. ചെമ്മാനമൊന്നുമില്ല. ചെമ്മാനം പൂത്തേ ചെറുസുന്ദൂരം തൊട്ടേ പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി. ഈ വാക്ക് പറഞ്ഞാല് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക്, ഒന്നല്ലെങ്കിൽ എനിക്ക്. ഇത് രണ്ടാൾക്കും പറയാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും പറയാൻ പറ്റില്ല. ഇത് ഞാനൊരു കാര്യം ചെയ്യാം. ഇത് രണ്ടുപേരും ജയിച്ചിട്ടില്ല കേട്ടാ. അതെ, രണ്ടുപേരും ജയിച്ചിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ അപ്പൊ ഒരു അവസരം തരാം. ആക്കാപ്പ എന്നുള്ളതില് അല്ലെ വേണ്ട, ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോ. ആദ്യമായിട്ടാണ് ഈ ഒരു ഡ്രോ സെയിം ആയതുകൊണ്ട് ഞാൻ ഇതിനൊരു ഇത് തരാണ്. അതായത് കുസൃതി ചോദ്യം, ഉത്തരം പറയാ, ജയിക്കാണ് ജയിക്കും, തോക്കാണ് തോക്കുവേ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. 2 മിനിറ്റ് തന്നെ ആ സമയം തരുന്നുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെയൊന്നും കൊടുക്കാത്ത. എനിക്കറിയാം. നമുക്ക് കുട്ടികളില്ലേ, കുട്ടികൾ ടൈം സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളില്ലേ, കുട്ടികൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെങ്കിൽ ഈ വലിയ ആൾക്കാരെ, ചില ആൾക്കാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പൊ മമ്മൂട്ടിന് ഇഷ്ടമാവും, മോഹൻലാലിന് ഇഷ്ടം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇഷ്ടം കാണാൻ പറ്റില്ലല്ലോ. ഇഷ്ടം കാണാൻ ഫീലിംഗ് ആണല്ലോ. പക്ഷെ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഇഷ്ടം എന്താ? കൈകൊണ്ട് എടുക്കാൻ പറ്റിയ ഇഷ്ടം ചോദ്യമാണ്. കഷ്ടാണോ? കഷ്ടമല്ല. അത് കഷ്ടം കാ ഒഴിവാക്കി ഇഷ്ടം എന്നല്ലേ ഉണ്ടാവുള്ളൂ. കഷ്ടമല്ല. ഒരു ഉത്തരേ പറയാവുള്ളൂ. മനസ്സിലായി. ഒന്നും കൂടി ഞാൻ സമ്മതിച്ചു തരാം. ഒന്നും കൂടി പറഞ്ഞു, പെട്ടെന്ന് പറ. കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഇഷ്ടം. കഷ്ടമല്ല. കഷ്ടം കൈകൊണ്ട് എടുക്കാൻ പറ്റുമോ? കഷ്ടം കൈകൊണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാഷ്ടമല്ല. ഇനി അങ്ങനെ പറയില്ല പ്ലീസ്. കഷ്ടമല്ല. അതായത് ഇഷ്ടം, അത് നമുക്ക് ഇഷ്ടത്തോടെ അത് ഉപയോഗിക്കേണ്ട ഒരു ഇഷ്ടമാണ്. താറ്റല്ലേ? കൈകൊണ്ട് എടുക്കാൻ പറ്റിയ ഇഷ്ടം, കഴിക്കാൻ പറ്റുന്ന ഇഷ്ടം.
മുതലാളി. ചങ്ക ചക ചക. അടുത്ത ആള് വെയിറ്റിംഗ് ആണ്, പെട്ടെന്ന് തോറ്റിട്ട് പോകും. സുഹൃത്തുക്കളെ പെട്ടെന്ന് വിളിച്ചോളൂ. 0423824991. വിനോദേട്ടനെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കി. വിമിഷ്ടം തോറ്റു. നോ 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 നോ, ഇസ് അരിഷ്ടം. അരിഷ്ടം. അതെ, നന്നായി വരട്ടെ. ഞാൻ അപ്പൊ എന്തായാലും സന്തോഷം. നന്നായി വരും. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ഓക്കെ, താങ്ക് യു വിനോദേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. 0423824991 നമ്പറിൽ വിളിച്ചിട്ട് വിൻ ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനം തരും. ഞാൻ ഇങ്ങനെ ചില കോംപ്രമൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പരാതി, ഞാൻ ഭയങ്കര ദുഷ്ടനാണെന്ന്. ദുഷ്ടനെ പന പോലെ വളർത്തുന്നത് ഞാൻ വളരുന്നേം കാണുന്നില്ല. എന്നാൽ പിന്നെ പന പോലെ വളരട്ടെ എന്ന് വിചാരിച്ച് ദുഷ്ടത്തരം കാണിക്കുമ്പോൾ വളരുന്നുമില്ല. എന്തെങ്കിലും ആട്ടെ, ദുഷ്ടത്തരമാണെന്നാൽ ദുഷ്ടനായിട്ട് നിൽക്കാം. ഒന്നിട്ടും വളരുന്നില്ല. പക്ഷെ എന്നെ നേരിട്ടറിയാവുന്ന ആൾക്കാർ പറയുന്നുണ്ട്, നീ ദുഷ്ടനാവാത്തത് കൊണ്ടാണ് നീ പന പോലെ വളരാത്തതെന്ന്. അതുകൊണ്ട് ഞാൻ ദുഷ്ടനാവാനൊന്ന് ശ്രമിച്ചു നോക്കിയാൽ, പക്ഷെ ദുഷ്ടനാവാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാം? 0423824991 പെട്ടെന്ന് വിളിച്ചോളൂ. ഒരൊറ്റ അക്ഷരം മാത്രം ഓപ്പൺ ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം അങ്ങനെ കിടക്കുന്നു. നമുക്കിനിയും ബാക്കിയുള്ള അക്ഷരങ്ങളിൽ ABCDEFGHIJK ഇല്ല, MNOP വരെയുള്ള അക്ഷരങ്ങൾ മാത്രം നമ്മളെ കയ്യിലുണ്ട്. L മാത്രം പോയിട്ടുള്ളൂ. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പെട്ടെന്ന് പോകാം. 0423824991 എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ പടപടയെന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നിങ്ങളുടെ ഫോൺ എടുക്കുക, ലാൻഡ് ഫോൺ എടുക്കുക. ലാൻഡ് ഫോൺ 0 ആണ്, 1 രൂപ പോലും ആവശ്യമില്ല. പൈസ ഇല്ലാതെ ലാൻഡ് ഫോണിൽ പടപടയെ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും കോൾ കണക്ട് ആവും. 0423824991 നിങ്ങൾ വിളിച്ചിട്ട് ഹോൾഡ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞ് അങ്ങനെയുള്ള പരിപാടികളല്ല. പക്ഷേ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെ ടി വിയിൽ ശ്രദ്ധിക്കാതെ ചെറിയ ടൈം ലാഗിങ് വരും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് അതിനൊന്നും പോകരുത്. നേരെ ഫോണിലേക്ക് സംസാരിക്കുക, ഫോണിൽ മാത്രം സംസാരിക്കുക. അപ്പുറത്തെ റൂമിൽ പോകണം, അപ്പുറത്തെ റൂമിൽ പോവാ. ഹലോ ഹലോ, നമസ്കാരം. ആരാ? സഖറിയ. സഖറിയ ബായ്, ഒരു അക്ഷരം പറയൂ. പറയാ അച്ഛാ. എം. എം. എം അമ്മ മച്ചാനേതപ്പടിക്കണം. എം ഓപ്പൺ ആകുമ്പോൾ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ടോണിക്ക് പകരം സച്ചുവേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തറുതല നമ്പർ നമുക്ക് വേണ്ട. തറുതല നമ്പർ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആക്കാപ്പ തറുതല നമ്പർ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ ഞാൻ ഇത് എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ട്. അടുത്ത നാളെ മുതൽ ഉണ്ടാവില്ല. പറയൂ, നമുക്ക് ആക്കാപ്പ കളിക്കാം. പറയൂ, അക്ഷരം പറയൂ. എന്ന് പറഞ്ഞാൽ ആ കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിലും അവസാനം ആദ്യം വരാൻ പാടില്ല. നിരഞ്ജൻ പ്ലീസ് നോട്ട്. തറുതല നമ്പർ ഒഴിവാക്കണേ. അത് ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പ്രാക്ക് കിട്ടുന്ന ആൾക്കാരെ. പറയച്ചേ. പ എന്ന അക്ഷരം തിരഞ്ഞെടുത്ത് റെഡി. ഇനി പ എന്ന അക്ഷരം ഒന്നും തന്നെ ഇടയിലോ അവസാനം ആദ്യമോ, അതായത് പ എന്ന അക്ഷരം കമാന്ന് മിണ്ടാൻ പാടില്ല കേട്ടോ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പോ അച്ചായൻ എവിടെ വർക്ക് ചെയ്യുന്നു അച്ചായ? അബുദാബിയിൽ. ഓക്കെ, കുഴപ്പമില്ല. അവിടെ ആരൊക്കെയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല. ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് അടുത്ത റൂമിൽ പോകാവോ? ഓക്കെ, അവിടെ ആരാ സപ്പോർട്ട് ചെയ്തേ? ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരാളല്ലല്ലോ. ഇല്ല, ഉണ്ട്. എത്ര പേരുണ്ട് വീട്ടില്? ഞങ്ങള് 3 ആളുണ്ട്. 3 ആളുണ്ട്. അപ്പൊ 3 ആൾ കൂടി ബഹളം ഉണ്ടാക്കിയതാണത്? അല്ല, ഒരാളെ അടുത്തുള്ളൂ. ആരാ അത്? അടുത്തുള്ള ആരാ? വൈഫ് അടുത്തുണ്ട്. അപ്പൊ ടി വി കാണുന്നില്ല ആരും? കണ്ടുകൊണ്ടിരിക്കുക. വൈഫിന്റെ അടുത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കാൻ പറ. അച്ഛാ എന്നിട്ട് അടുത്ത റൂമിൽ പോ. ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുക അല്ലേ? അതെ. ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് ഭാര്യയെ കൂടി കേൾപ്പിച്ചിട്ട് രണ്ടുപേരും കൂടി മത്സരിക്കുകയാണോ? ഇല്ല, ആണ്. എനിക്ക് കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. അത് പറയൂ, മിണ്ടായിരിക്കല്ലേ. പറയാൻ എന്താ മടി? അല്ല, ആണ്. അവിടെ ഇപ്പൊ ഇത്രയും സമയം എടുക്കുന്ന എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇത്ര സമയം എടുക്കുന്ന എന്താണ്? അവിടെ വൈഫ് പറയണ്ടോ പറയല്ലേന്ന്? ഒരു വാക്ക് ഉച്ചരിക്കരുതല്ലോ. ഒരു വാക്കല്ല, ഒരു അക്ഷരേ ഉള്ളൂ. അക്ഷരം ഉച്ചരിക്കരുതല്ലോ. അതുകൊണ്ട് ആലോചിച്ച് സംസാരിക്കുക. അതുകൊണ്ടാണോ അങ്ങനെ? ഇന്ന് പോയില്ലേ ഡ്യൂട്ടിക്ക്?
വന്നതേ ഉള്ളൂ. ഇത്രയും ലേറ്റ് ആവോ വരാൻ? സാധാരണ. വിന്നർ. അപ്പൊ എന്തായാലും ആദ്യം തന്നെ ജയിച്ചിട്ടുണ്ട്. എന്തായാലും സന്തോഷം അച്ചായ. അപ്പൊ നമ്മുടെ അച്ചായൻ അബുദാബിക്കാരനായിട്ടുള്ള അച്ചായൻ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഏത് സമ്മാനം കിട്ടുകയാണെങ്കിലും നമ്മൾ UBL കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് സമ്മാനം എന്താണോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അച്ചായന് വരാൻ പറ്റുന്നില്ലേ വേറെ ആരെയും വിട്ടുകൊണ്ട് സമ്മാനം കളക്ട് ചെയ്യുക. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാ? ഇത് ഇന്ദു ആണ്. ആ ഇന്ദു, എന്താ വിശേഷം? സുഖം സുഖം. സുഖമായിട്ടിരിക്കുന്നു. ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുകയാണോ ഫോണ്? അല്ലല്ലോ. ആണോ? എന്നാ റെഡി. ഏതാ അക്ഷരം എടുക്കുന്ന ഇന്ദു? ഏതക്ഷരമുള്ളത്? ABCDEFGHIJK. എഫ് എന്ന അക്ഷരം അല്ലേ? അതെ അതെ. യെസ്, ഇറ്റ്സ് എഫ് എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ദു എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യാണ്. എന്തില്? ഞാനൊരു ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഇന്ദുവിന് വന്നിരിക്കുന്നത് ആക്കാപ്പ തന്നെയാണ്. ആക്കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിൽ അവസാനം ആദ്യം വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ആക്കാപ്പ 3 അക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. ആക്കാപ്പ. ഏതെടുക്കുന്നേ? ആ എന്ന അക്ഷരം തിരഞ്ഞെടുക്കും അല്ലേ? ആ ടിവിയുടെ അടുത്തൊന്ന് മാറിക്കോ. ഞാൻ ടിവിയുടെ അടുത്തല്ല, ഞാൻ വെളിയിലാണ്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ തുടങ്ങുകയാണ്. വെളിയിൽ നല്ല ചൂടാണ്. ആ ചൂട് പെട്ടെന്ന് തീർത്ത് തരാം. ഞാൻ പെട്ടെന്ന് തന്നെ ഔട്ടാക്കി തരാം. ഇന്ദു എന്തിന്റെ ഇതാണ് ട്രേഡിംഗ് ആണ്? ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ, ഫുഡിന്റെ ട്രേഡിംഗ് ആണ്. അപ്പൊ അതായത് എങ്ങനെ, റെസ്റ്റോറന്റ് ടൈപ്പ് ആണോ അതോ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണോ? അല്ല ഞങ്ങള് അല്ല എന്നുള്ളതിൽ ആയുണ്ട്. അല്ല എന്ന് പറഞ്ഞതിനകത്ത് ആയുണ്ട്. അല്ല എന്നുള്ളതിൽ ആയുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു ചാൻസും കൂടി തരാൻ വേണ്ടി നിരഞ്ജന്റെ ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ എന്ന അക്ഷരമല്ലേ? അക്ഷരം മാറ്റുന്നുണ്ടോ? ഓക്കെ, പാ എന്ന അക്ഷരം തിരഞ്ഞെടുക്കുന്നത്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അവിടെ ഹസ്ബൻഡ് ഉണ്ടോ? ഇതെന്താ ടൈമർ ഇങ്ങനെ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടാണോ? അല്ല, ഇവരെടുത്ത് പറഞ്ഞ ടൈമർ മാറ്റിയിട്. മിസ്റ്റർ സച്ചു, യു ആർ ഡൂയിങ് സംതിങ്. യെസ്, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഹസ്ബൻഡിന്റെ പേരെന്താ? ഇപ്പൊ തൽക്കാലത്തിലും പായുണ്ട്. ഇപ്പൊ ഇനി ഒരു എന്താ ഹസ്ബൻഡിന്റെ പേര്? പ്രേം എന്നാണ്. സാരമില്ല, ലവ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, എന്നാലും സന്തോഷം. വീണ്ടും വിളിക്കുക. ഇന്ദു അങ്ങനെ 2 ടൈം കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ വാരിക്കോരി കൊടുക്കുക. നിങ്ങൾ എങ്ങനെയെങ്കിലും ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. അടുത്ത ആളിലേക്ക് വാ. ഹലോ, നമസ്കാരം. ആരാ ഇത്? അഖിൽ. വാവയുണ്ടല്ലേ വീട്ടില്? എത്ര വയസ്സായി? വയസ്സായിട്ടില്ല. മാസം എത്ര? 4 മാസമായിട്ടുള്ളൂ. കയ്യിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല, താഴെ. ആ, കമിഞ്ഞോ? കവിഴുന്നു അല്ലേ? ആ, റെഡി. നമുക്ക് ഏത് അക്ഷരം എടുക്കുന്നേ? സി. ഓപ്ഷൻ സി എടുത്തിരിക്കുന്നു സച്ചോട്ട. അപ്പൊ സി. അഖിൽ എന്താ ചെയ്ത്? അഖിൽ എവിടെ? നാട്ടിലെവിടെയാ? തൃശ്ശൂർ. എവിടെ? ഇരിങ്ങാലക്കുടക്കാരൻ. അപ്പൊ പറഞ്ഞത് പറയണ്ട. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. നാട്ടിൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നാട്ടിൽ തൃശ്ശൂർ എന്ന വാക്കിൽ നാട് എന്ന റിപ്പീറ്റ് ആണ്. അങ്ങനെ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻസർ ഓൺലി. ഓക്കെ, മനസ്സിലായില്ലേ? ഉത്തരം കറക്റ്റ് ആയിരിക്കണം. ഉത്തരം കറക്റ്റ് ആയിരിക്കണം. ഇത് തറുതലയല്ല. അപ്പൊ അതേപോലെ തന്നെ ഉണ്ട്, അല്ലേ അല്ല, ഇതൊന്നും പറയാൻ പാടില്ല. ഇപ്പം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഔട്ടാണ്. വീട്ടിൽ വൈഫ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് ഔട്ടാണ്. ഉണ്ട്, അല്ലേ അല്ല, ഇല്ലേ ഇല്ല കേട്ടോ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അഖിലിന് വേണ്ടിയിട്ടുള്ള ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ എവിടെയാ പ്രോപ്പർ ആയിട്ട് വീട്? ഇരിങ്ങാലക്കുട. ഇന്നസെന്റ് എന്ന വീടല്ലേ? അല്ലേ? ആണ്, കുഴപ്പമില്ല. പോട്ടെ, കണ്ടിന്യൂ. എന്തിലാ വർക്ക് ചെയ്യുന്ന അഖിലേ? ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? എഞ്ചിനീയർ. മെക്കാനിക്കൽ ആണോ? വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടാ? സാധ്യത. എന്താണ്? വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? യെസ്. ആ, അങ്ങനെ പറയാം, കുഴപ്പമില്ല. വൈഫ് എന്തിലാ വർക്ക് ചെയ്യുന്നേ? അതുപോലെ തന്നെ.
അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ വൈഫ്? സിവിൽ എഞ്ചിനീയർ ആയിരിക്കും. അല്ല. പിന്നെ വേറെ ഒന്ന്. വേറെ ഉള്ളത് ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സ്? ആ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ല, ഇലക്ട്രോണിക്സാ, ഇലക്ട്രിക്കല് അങ്ങനെ. എന്തെങ്കിലും ആട്ടെ, എവിടെയൊക്കെ വർക്ക് ചെയ്യട്ടെ. അപ്പൊ ഇപ്പൊ കുഞ്ഞാവെ ആര് നോക്കും അപ്പൊ ആ സമയത്ത്? സഹായത്തിന് ആളുണ്ട്. ഓക്കെ, അമ്മ വന്നില്ലേ? ശരിയായി. മുൻപ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. വൈഫിന്റെ വീട് എവിടെയാ ശരിക്ക്? അടുത്ത് തന്നെ. അടുത്തെന്ന് പറഞ്ഞ തൊട്ടടുത്തോ? അയൽവാസിയായിരുന്നോ? അല്ല. പിന്നെ എങ്ങനെ തൊട്ടടുത്ത് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ പോകണം? 20 പോണം. 20 മിനിറ്റോ? അല്ല, പിന്നെ ദൂരം. എന്തോ ആട്ടെ. കുഞ്ഞുമാവ 4 മാസമായി അല്ലേ? 4 മാസമായി ഇപ്പൊ കമിഞ്ഞൊക്കെ തുടങ്ങി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോ ഭയങ്കര ഇതായിരിക്കും അല്ലേ? ഒരുവിധം. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഞാൻ ജയിച്ചായിട്ട് തന്നെ തരികയാണ് കേട്ടോ. സമയം കഴിഞ്ഞുകൊണ്ട് വരുന്നുള്ളൂ. അപ്പൊ ജയിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് വിളിച്ചല്ലേ? അല്ല, കഴിഞ്ഞ സമയം കഴിഞ്ഞു. അഖിൽ ജയിച്ചു. ഓക്കെ, ഇന്നങ്ങനെ അടുത്ത ആൾ കൂടി ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അങ്ങനെ എന്തെങ്കിലും സിംപിൾസിറ്റി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ജയിക്കുന്നുണ്ട് ആൾക്കാർ. ജയിക്കട്ടെ, ആൾക്കാർ കൂടുതൽ ജയിക്കട്ടെ. ആളുകൾ ഈ പറയുന്ന പോലെ ഞാൻ ദുഷ്ടനാന്ന് വിചാരിക്കാണ്ടിരിക്കട്ടെ. ഹലോ നമസ്കാരം. ആരാ? നമസ്കാരം, ശശീന്ദ്ര. ശശിയേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഏതാ അക്ഷരം എടുക്കുന്നേ? ജെ. ഒരു എടുക്കാത്ത അക്ഷരം എടുത്തിരിക്കുന്നേ. ജെ പാട്ടായിരിക്കും മിക്കവാറും. പാട്ട് പാട്. ഇല്ല, ആക്കാപ്പ പറ. ഏതാ അക്ഷരം പറ. ആയിക്കോട്ടെ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. എന്താ വിശേഷം? സുഖമായിരിക്കുന്നു. ഒന്നും എവിടെയും പോയില്ല ഇന്ന്? ഇല്ല. എന്താ പോവാഞ്ഞേ? പറ്റിയില്ലേലും പായുള്ള അറിഞ്ഞിട്ടില്ല. നമ്മൾ ചില ആളുകൾ ഇങ്ങനെ ചെറുങ്ങനെ എടുത്തിട്ട് അനക്കാണിങ്ങനെ പതുക്കെ എടുത്തിട്ട് വെക്കൂലേ? അങ്ങനെയാണ് ചില സംഭവങ്ങൾ. അങ്ങനെ ഞാൻ ആവേശത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആവേശത്തിൽ വരും. അപ്പൊ നിങ്ങളെ ഞാനിങ്ങനെ ഒരു പൂ എടുക്കുന്ന പൂ പറിക്കുന്ന ലാഘവത്തോടെ എടുത്ത് കളഞ്ഞേ. ഇതൊക്കെ ടെക്നിക്സ്. ഹലോ നമസ്കാരം. ആരാ? നല്ല ശബ്ദം, പരിചയമുള്ള ശബ്ദം. ബിനിത? എപ്പോ എത്തി നാട്ടിന്ന്? കുറച്ചു ദിവസമായി. റെഡി, ഏതാ അക്ഷരം? എച്ച് എന്ന അക്ഷരം എടുത്തിരിക്കുന്നു. ബിനിത നമ്മളെ ഇവിടെ UBL ഷോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഥാപാത്രവും സിനിമയും. സിമ്പിൾ സംഭവം തരാം. ഇത് വളരെ പരിചയമുള്ള ഒരു ഡയലോഗ് തരാം. അപ്പൊ എല്ലാരും ജയിക്കാനുള്ള ദിവസമാണ് ഇന്ന്. തരട്ടെ? ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. ജഗതി. സിനിമ. അരം പ്ലസ് അരം കിന്നര. അയ്യോ, വെരി ഗുഡ്. ഞാൻ ശരിക്കും അതിന്റെ ആ ടോണൊക്കെ മാറ്റിയിട്ടൊക്കെ പറയേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ അത് മാറ്റാണ്ട് പറഞ്ഞത് കിട്ടാൻ വേണ്ടിട്ട് തന്നെ. അടുത്ത ചോദിക്കട്ടെ? അത് കണ്ടേ. ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് മതിലില്ലല്ലോ. അജു വർഗീസ്. മറ്റേ എന്തോ ഒരു വെള്ളിമുങ്ങ. റൈറ്റ് ആൻസർ. അപ്പൊ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. ബിനിത, കൺഗ്രാറ്റുലേഷൻസ്. ബിനിത കുറെ കാലമായിട്ട് നാട്ടിലായതുകൊണ്ട് വിളിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ വിളിച്ച് കുറച്ച് കാലത്തിന് ശേഷം വിളിച്ചപ്പോഴും ജയിച്ചു പോവാണ്. ഹലോ നമസ്കാരം. ഹലോ. നാളെ ഇവിടെ സമ്മാനത്തിന് വേണ്ടി 800-825 കോളോട് കോൾ. ആരാ? ഹലോ. ആരാ? ലതീഷ്. എന്ത് ചെയ്യുന്നു ലതീഷ്? ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. ടിവിയുടെ പോലെ ഒന്ന് കട്ട് ചെയ്യാവോ? കട്ട് ചെയ്തു. ഓക്കെ. ലതീഷ് എവിടെ? നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂര്. എവിടെ? കണ്ണൂര് തളാപ്പ് എവിടെ? തളാപ്പ് AKG ഹോസ്പിറ്റലിന്റെ ബാക്കിൽ. AKG ഹോസ്പിറ്റലിന്റെ ബാക്കിൽ എന്ന് പറയുമ്പോ നമ്മളെ കുഞ്ഞിപ്പള്ളി ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് അല്ലേ? ഓക്കെ. അപ്പൊ ഏതാ അക്ഷരം എടുക്കുന്നേ? അതെ. ഏതാ അക്ഷരം? ടിവിയിൽ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കണ്ട, ഔട്ടായി പോകും. ഇല്ല. അക്ഷരം പറ. അക്ഷരം ഏതാ? ABDGE
ബി എടുത്ത് കൊടുക്ക്, നമ്മളെ നാട്ടുകാരനാണ്. ആ ബി കൊടുക്ക. ഇരുന്നാ, നമ്മളെ തളാപ്പിലല്ലേ റോഷന്റെ അറിയോ, പരിചയമുണ്ടോ? റോഷൻ അറിയോ? ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഉണ്ടായ റോഷൻ. അറിയാം. ഇതിനിടയ്ക്ക് ആക്സിഡന്റ് പറ്റിയില്ല. ആക്സിഡന്റ് പറ്റീന്. ഇപ്പൊ ശരിയായി, ഇപ്പൊ കളത്തിലിറങ്ങി. റോഷൻ നമ്മളെ കൂടെയൊക്കെ പണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കുറെ. എന്റെ തറവാട് മണലിലാണ്, ചാലാട് മണൽ. മണല് നമ്മളൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, എന്താ പേര്, കണ്ണൂർ മജാക്കിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ്. ബറ്റുമ്പള്ളെന്നാ നമ്മള് വിളിക്കുന്നത്. മജാക്കിന്റെ പഴയ ആളെ അറിയാം. മജാക്കിന്റെ ദിനേശാട്ടനെയോ? ദിനേശേട്ടൻ. മഹേഷ് കണ്ണൂര് മജാക്കിന്റെ ആളായിരുന്നു. ഇവിടെ റേഡിയോയിലുള്ള മഹേഷ് കണ്ണൂര് മജാക്കിന്റെ. ഞാൻ ഒരു മജാക്ക് പ്രൊഡക്റ്റ് ആണ്. 14 വർഷം കണ്ണൂർ മജാക്കിൽ ഉണ്ടായ ആർട്ടിസ്റ്റ് ആണ്. പണ്ട് നമ്മൾ കാണുന്നേ മജാക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു വികാരമായിരുന്നു. മജാക്ക് മാക്ലീസിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മജാക്ക് മാക്ലീസ് എന്നാണ് കണ്ണൂർ മജാക്കിന്റെ പണ്ടത്തെ പേര്, ആദ്യത്തെ പേര്. ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോ പ്രൊഫഷണൽ ട്രൂപ്പിൽ കയറിയ ഒരാളാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നും അന്ന് പ്രൊഫഷണൽ ടീമിലൊന്നും ആരും എടുക്കില്ല. പക്ഷെ അന്ന് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ കണ്ണൂർ മജാക്ക് എന്ന് പറയുന്ന ട്രൂപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാണ് പ്രൊഫഷണലായിട്ട്. നിരഞ്ജന വിടുന്നൊരു തമാശ പറഞ്ഞു, അത് ഒരിക്കലും ആർക്കും മനസ്സിലാവാതെ. എനിക്ക് ഇപ്പൊ കണ്ടാലേ 20 വയസ്സില്ല. ഞാൻ പറയാ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് 20 വയസ്സാണ്. യെസ്, ഇപ്പൊ വന്നിരിക്കുന്ന പാട്ടുമാലയാണ്. പാട്ടുമാല ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന. യെസ്, ഞാൻ പറഞ്ഞുതരും സംഭവം. പാട്ടുമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാട്ടിൽ നിന്ന് വേറൊരു പാട്ടിലേക്ക്, വേറൊരു പാട്ടിൽ നിന്ന് വേറൊരു പാട്ടിലേക്ക്, അങ്ങനെ 7 പാട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ഒരു വാക്ക് തരും. സോറി, ആ ഒരു വാക്ക് എവിടെയെങ്കിലും വരുന്ന രീതിയിൽ ഒരു പാട്ട് പാടുക. മലയാളം പാട്ട് മാത്രം, സിനിമാ ഗാനങ്ങൾ മാത്രം. ആ വാക്ക് നിങ്ങൾ പറഞ്ഞ വാക്ക് വേണോ അല്ലേ? ആ വാക്ക് എവിടെയെങ്കിലും വേണം. അതിനുശേഷം നിങ്ങൾ പാടുന്നതിൽ നിന്നും ഞാൻ അതിൽ നിന്നൊരു വാക്ക് അടർത്തിയെടുത്തിട്ട് വീണ്ടും ഒരു വാക്ക് തരും. ആ വാക്കും എവിടെയെങ്കിലും വരുന്ന രീതിയിൽ ഒരു പാട്ടും കൂടി പാടണം. അപ്പൊ നിങ്ങൾ പാടുമ്പോ വീണ്ടും ഞാൻ ഒരു വാക്ക് എടുത്തിട്ട് വീണ്ടും തരും. അങ്ങനെ 7 പാട്ടുകൾ പാടണം. 7 പാട്ട് അല്ലേ? സംഗീതം എന്നുള്ള വാക്കാണ് ആദ്യം തരുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ഇത് എക്സാമ്പിൾ പറയാണ്, നിങ്ങൾ ആദ്യമായിട്ട് വിളിച്ചോണ്ട് സംഗീതമേ അമര സല്ലാപമേ എന്ന് പറയുമ്പോ ഞാൻ സല്ലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് സല്ലാപം എന്നുള്ള വാക്ക് എവിടെയെങ്കിലും വരുന്ന ഒരു പാട്ട് പാടണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ ഗെയിം നടക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാന് കുറെ വർഷമായിട്ട് വർക്ക് ചെയ്ത, ഇപ്പം ഇല്ല. ജോലിയൊക്കെ നിർത്തിയതാണോ അതോ ജോലി നോക്കുകയാണോ? ഇല്ല, നിർത്തിയ. അപ്പൊ നല്ല പ്രായം ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? ഏതാ? റിട്ടയർമെന്റ് ലൈഫിലാണ്. ശബ്ദം കേട്ട അങ്ങനെ തോന്നൂല. കണ്ടാലും തോന്നൂല. കണ്ടാ തോന്നുവോ? ഇല്ല, കണ്ടാലും തോന്നൂല. തോന്നൂല. കുറച്ചും കൂടി പൈസ ഉണ്ടായിക്കൂടായിരുന്നു. പൈസ ബാങ്കിലൊക്കെ ഫുള്ളായി കാണും. ഇല്ലപ്പ അങ്ങനെയൊന്നുമില്ല. കേൾക്കും. ഞാനൊക്കെ എന്നാണോ ഇദ്ദേഹത്തിനെ പോലെ ഇങ്ങനെ പറയാ, നമ്മളെയും കാണുന്നില്ലേ നിങ്ങളിങ്ങനെ ഇതിനകത്ത് കഷ്ടപ്പെട്ട്. ഞാൻ കണ്ണൂർ സിറ്റി ചാനലില് പണ്ട് പരിപാടി ആയിട്ടുണ്ടായിരുന്നു. ചിലപ്പോ നിങ്ങളൊക്കെ കണ്ണൂർ സിറ്റി ചാനലില് കൊസ്രാക്കൊള്ളി, കൊത്തിരിക്കോമ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 25 വർഷമായി ഇവിടെ. അത് ഓർമ്മിപ്പിക്കല്ലേ? 25 വർഷമായി എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ വന്നിട്ട് 19 വർഷമായി ഗൾഫില്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ നിരഞ്ജന്റെ വിചാരം, നിരഞ്ജൻ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്നെ ഏട്ടാന്ന് വിളിക്കും. നിരഞ്ജൻ എന്നെക്കാളും 12 വയസ്സ് കൂടുതലാ. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് വാക്ക് ഞാൻ തരുന്നത്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ദുഃഖം. രാക്ഷസ രാജാവ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. രാക്ഷസ രാജാവിലെ നല്ലൊരു പാട്ടാണത്. എന്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായത്. സ്വപ്നം ത്യജിച്ചാൽ ശാന്തി ലഭിക്കും. അടുത്ത വാക്ക് അടുത്ത ശാന്തി അല്ല, ദുഃഖം. ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും, മനസ്സേ കരയരുതേ. ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്താണ്. നിങ്ങൾ റിട്ടയർമെന്റ് ലൈഫൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ അടുത്ത വാക്ക് തരുന്നത് സ്വപ്നം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ,
നിങ്ങളീ ഭൂമിയിലില്ലായിരുന്നു. പഴയ പാട്ടിന്റെ ആളാ, നല്ല വയസ്സുണ്ട്. ആ. ഭൂമി 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 നിരഞ്ജ ഭൂമി നിരഞ്ജ ഭൂമിയാ? ആ, പഴയ പാട്ടിൽ ഒരെണ്ണുണ്ട്, നിരഞ്ജന അറിയാം. സമയം കഴിയും എന്തായാലും. ഭൂമിയല്ലേ, സാറില്ല വിട്ടള. ആകാശം എന്താണ് നിരഞ്ജ പാട്ടെങ്ങനെയാണ്? ആകാശം ഭൂമിയെ വിളിക്കുന്നു എന്നുള്ള പാട്ട് പാടിക്കേ കേക്കട്ടെ. ഇല്ല, അല്ല, ഒരു പഴയ പാട്ടൊന്ന് പാടിക്കുക. നിങ്ങൾ ഇത്രയും ഒരു പഴയ പാട്ട്, അറിയാവുന്ന ഒരു പാട്ട് നമ്മുടെ. അന്നു നിന്നാത്മാവ് നിന്നോട് മന്ത്രിച്ചു, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ നീ. ശരിക്കും പണ്ട് നാട്ടിലെ പ്രധാന കോഴിയായിരുന്നല്ലേ വൈഫ് കേട്ട് എനിയൊക്കെ. അല്ല മനുഷ്യ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാം കഴിഞ്ഞു നമ്മളെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പശുവും ചത്തു, മോരും കൂട്ടി, മോരിന്റെ പുളിയും തീർന്ന്. ഇനി എന്താ വൈഫ്? ഈ പ്രായത്തിലും വൈഫിനെ പേടിക്കല്ലേ? പേടിയല്ല, ഇത് ബഹുമാനമാണ്. നമ്മളെ വൈഫിനെ പേടിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളവരുടെ വൈഫിനെ പേടിക്കാണ്ട് ജീവിക്കാൻ കഴിയും. എന്തായാലും പേടിയോടും ഭയഭക്തിയോടും കൂടി ഒരുപാട് വർഷം ഇങ്ങനെ. വൈഫ് നമ്മളെ നാട്ടുകാരെത്തിയല്ല. എവിടുത്തെ കാര്യ? കോഴിക്കോട്. ആ, കോഴിക്കോട്. മലയാളം അറിയാലോ. അത് എനിക്ക് തോന്നി കോഴിക്കോട് കോഴിയായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടി ആയിരിക്കുള്ളൂ. കണ്ണൂരിന് പെണ്ണിട്ടില്ലല്ലോ നമുക്ക്. ആ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. എവിടെയാ പഠിച്ചിരുന്നത്? എസ് എൻ കോളേജിലാ? പ്രീമിയർ ചെറിയ കുട്ടാ. ഓക്കെ, എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടാ. ഇടക്ക് പരിപാടി കണ്ടു വിളിക്കാം. ഞാൻ ഫസ്റ്റ് വിളിച്ചതാ കേട്ടാ. ഇനിയിപ്പോ ഇടക്കിടക്ക് വിളിക്കും. ഓക്കെ, ശരി, സന്തോഷം. ഓക്കെ. അപ്പൊ ജയിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് സമയം ചിരിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ അല്ലെ. നമുക്ക് അങ്ങനെ നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ അല്ലെ ഒരു സമയം കഴിഞ്ഞാല് പിന്നെ നമ്മളങ്ങ് നമ്മള് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മളായിട്ട് അങ്ങ് ജീവിച്ചേക്കണം. ഹലോ ആരാ? തസ്മിലക്ക് സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആണോ? നല്ല ജലദോഷം പിടിച്ച പോലെ. ഒന്നും കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ അക്ഷരം പറ. വലിയ ആൾക്കാർ പറയും, സുഖമില്ലാത്ത ആൾക്കാരെ വരെ അവൻ ഇങ്ങനെ ശല്യം ചെയ്യുന്നു. എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, ജി ഉണ്ട്, കെ ഉണ്ട്, ഐ ഉണ്ട്, എൻ ഉണ്ട്, ഒ ഉണ്ട്, പി ഉണ്ട്. ഐ ആക്കാം മോനെ. സച്ചോട്ടാ, ഐ നമ്മുടെ ഐ ലവ് യുന്റെ ഐ. ആ, ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പരിപാടിയാണ്. അതായത് ഞാൻ ഒരു സിനിമാ താരത്തിന്റെ പേര് പറയും. ആ സിനിമാ താരത്തിന്റെ ഇംഗ്ലീഷിൽ ഉള്ള 10 സിനിമേന്റെ പേര് പറയണം. 10 യെസ്, 10. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയും. ഓ, ഞാൻ പറഞ്ഞുതരാം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരും, ഇഷ്ടം പോലെ പറഞ്ഞുതരും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അത് വേണമെങ്കിൽ ഗെയിമിൽ നമുക്ക് ചെറിയ മാറ്റം വരുത്താൻ പറ്റും. മാറ്റം വരുത്തണോ? ഗെയിം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പറയും. ഒരെണ്ണം ഞാൻ പറയും, ഒരെണ്ണം നിങ്ങൾ പറയും. അത് വേണ്ടല്ലോ. അങ്ങനെയാണ് നിങ്ങൾ എടുത്തത്. ആ, ഞാൻ അവസാനം പറയണ്ടെങ്കിൽ ഞാൻ ഔട്ടാവും, നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ ഔട്ടാവും. അങ്ങനെ കളിക്കുന്നോ? അങ്ങനെ കളിക്കാം അല്ലേ? അതാണ് കുറച്ച് നന്നാവും. അങ്ങനെയാണ് കുറച്ച് ഈസി ഉള്ളത് തന്നെ. എടുത്തേക്കാം. നടന്റെ പേര് പറയാം, ശ്രീനിവാസൻ. അയാൾ അഭിനയിച്ച എല്ലാ ഇംഗ്ലീഷ് പേരുള്ള സിനിമയും പറയാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ? ഞാനോ? ഈശ്വര, ഓരോ വള്ളിക്കെട്ടെടുത്ത് തലയിൽ വെക്കുമ്പോൾ ആലോചിക്കണം. ശ്രീനിവാസൻ, നന്മ പറഞ്ഞവൻ ശ്രീനിവാസൻ പറ്റൂല, തലേണ മന്ത്രം പറ്റൂല, വടക്കൂ കേന്ദ്രം പറ്റൂല, എടേ കുളുക്കിട്ട കോഴി പറ്റൂല, സമയം സ്റ്റാർട്ട് ചെയ്യും. ഇവ എന്ത് നോക്കുന്നു? സച്ചോ, നീ ഗെയിം കണ്ടിരിക്ക? ആ, സമയം തുടങ്ങിയ അത് കുഴപ്പമില്ല. ഞാനാ തുടങ്ങുന്നേ, ഞാൻ തുടങ്ങിത്തരാം. ശ്രീനിവാസൻ. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്കും ഒന്നും കിട്ടുന്നില്ല. മറ്റേ ഇതില്ലേ, യെസ് യുവർ ഓണർ. ആ, ഇനി നിങ്ങളൊന്ന് പറ.
അടുത്ത് ഞാൻ കണ്ടുപിടിച്ച് നോക്കട്ടെ. അടുത്ത് കണ്ടുപിടിക്കല്ലേ? ഞാൻ ആലോചിക്കുന്നു. നിങ്ങൾക്ക് സഹായിക്കാൻ 10 ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട. ഇവന്മാർക്ക് ഞാൻ തോക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണ് എപ്പോഴേ ഞാൻ പാട്ടിന്റെ ജയിച്ചത്. നിരഞ്ജൻ പാട്ടുകാരനാ. എനിക്കൊരു സിനിമ അറിയത്തില്ലല്ലോ. വേറൊന്നും കൂടി ശ്രീനിവാസൻ ഇംഗ്ലീഷ് പേരിലുള്ള സിനിമ. ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ, മമ്മൂട്ടിന്റെ കൂടെ, സുരേഷ് ഗോപിന്റെ കൂടെ അഭിനയിച്ചൊക്കെ പറയാം. അതിന് ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. ഏത് സിനിമയിൽ അഭിനയിച്ചത്? മോഹൻലാലും മമ്മൂട്ടി അഭിനയിച്ചത്ര 2020 2020 2020 പക്ഷെ അത് എനിക്ക് പറയാൻ പറ്റില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ 2020. ഓ അങ്ങനെയാണോ? അത് ശരി. എന്നാ പിന്നെ ഞാൻ രണ്ടാമത്തെ അടുത്ത സിനിമ പറഞ്ഞിട്ടെ. ട്രാഫിക്. 2020 ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ കയ്യാമം വെക്കാൻ വരുന്നില്ലേ, ലാലേട്ടന്റെ കയ്യാമം ഊരി കൊടുത്തിട്ട് കുറച്ച് പൈസ തന്നു പറയുന്നത്. ട്രാഫിക്. അടുത്ത പറ. അടുത്ത സിനിമ എന്താ? ശ്രീനിവാസൻ. ഓ മൈ ഗോഡിലില്ല. ഓ മൈ ഗോഡ് ഞാൻ പറഞ്ഞില്ല. ഓക്കെ. സിനിമ കിട്ടിയിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഓ TP ബാലഗോപാലിന്റെ MA. TP ബാലഗോപാലിന്റെ എമ്മയിലുണ്ടോ? മോഹൻലാലിന്റെ സിനിമയിൽ. കഷ്ടപ്പെട്ട സിനിമ. എനിക്കെല്ലാം കുണുക്കിട്ട കോഴി പോലത്തെ സിനിമകളാണ് വരുന്നത്. ടൈം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ജയിച്ചു. 20 സെക്കൻഡ് കാണിക്കുന്നുണ്ട്. 20 സെക്കൻഡ്. അതാ പറഞ്ഞ ടിവിയിൽ കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പൊ എന്തായാലും തോറ്റിട്ടാ. ഇതിപ്പോ 10 പറയാൻ വേണ്ടിയിരുന്ന ഞാൻ വല്ല ദിലീപും തന്നേനെ. പക്ഷെ ഇത് ഇങ്ങനെ ആക്കിയത് കൊണ്ടാണ് നിങ്ങൾ കുണുക്കിട്ട കോഴി. കുരുട്ട് ബുദ്ധി എന്ന് പറയുന്നത്. അത് കുറച്ച് വേണ്ടേ? ഇത് ഉണ്ടായിട്ട് ഞാൻ പന പോലെ വളരട്ടെ വിചാരിച്ചിട്ടാ. എന്തായാലും സന്തോഷം തസ്മില. താങ്ക് യു സോ മച്ച്. തസ്മില ആണ് വിളിച്ചിട്ട് ഔട്ടായി പോയിരിക്കുന്നത്. സുഹൃത്തുക്കളെ അടുത്ത ആളിലേക്ക് പോവാം. ഹലോ. ഹലോ നമസ്കാരം. ആരാ? നമസ്കാരം, ഞാൻ എബിൻ. നകുൽ. എബിൻ. എബിൻ. അതെ. എബിൻ. അതെ അതെ. എബിൻ എവിടെയാ നാട്ടില്? കണ്ണൂർ തന്നെ. കണ്ണൂർ എവിടെ? ഇരുട്ടി. ഇരുട്ടി എവിടെ? ഇരുട്ടി കുറച്ചും കൂടി അപ്പുറം കൊളക്കാട്. കൊളക്കാട്. ഇരുട്ടിക്കാരൻ ഇവിടെ ഉണ്ട്. ടോണി ഫ്രം ഇരുട്ടി. ഓക്കെ. ഞാൻ പിന്നെ കല്യാണം കഴിച്ച് ഇരുട്ടി കുറച്ച് ഇങ്ങോട്ട് പുലിക്കാട് അറിയില്ലേ, ചേടിച്ചേരി കല്യാണം കഴിച്ച. പക്ഷെ അവൾ അച്ഛന്റെ വീടൊക്കെ പുലിക്കാട് ആ ഏരിയയില. നമ്മുടെ ഇതിൽ എന്താണ് പടിയൂര്. പടിയൂരാ. ശ്രീകണ്ഠാരൻ റോഡ്. അത് തന്നെ. ഓക്കെ. ഏതാക്ഷരം? എനിക്ക് ഈ തന്നേരെ. കൊടുത്തേ. ഈ കൊടുത്തേ. സച്ചോ ഈ ഇദ്ദേഹത്തിന് ഈ കൊടുക്കൂ. ഈ കൊടുത്തിരിക്കുന്ന ഈ ഡയറക്റ്റ് വിന്നർ കാലിക്കറ്റ് ജംഗ്ഷൻ ഗിഫ്റ്റ് വൗച്ചർ ഡയറക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. അപ്പൊ സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാലിക്കറ്റ് ജംഗ്ഷന്റെ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. 50 dirhamsന്റെ ഡൈനിങ് ഡിന്നർ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നു കാലിക്കറ്റ് ജംഗ്ഷൻ. അപ്പൊ പോയി കഴിക്കുക കേട്ടോ. ഷാർജയിലും ഉണ്ട്, ദുബായിലും ഉണ്ട് കേട്ടോ. ഓ ശരി ശരി. പക്ഷെ ഈ വൗച്ചർ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുന്നത് ദുബായിലായിരിക്കും കേട്ടോ. ദുബായിൽ പോവാലോ. പോയിട്ട് കഴിക്കുക. അടിപൊളി ഫുഡാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ബബായ്. അപ്പൊ അങ്ങനെ നാട്ടുകാരന് കിട്ടിയിരിക്കുന്നു കാലിക്കറ്റ് ജംഗ്ഷൻ ഡയറക്റ്റ് വിന്നർ ആയിട്ട് കിട്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ചില സമയങ്ങളിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ആള്. ഹലോ. ഇനി നിങ്ങൾക്ക് നമസ്കാരം. ആരാണ്? ശ്രുതി. എന്ത് ചെയ്യുന്നു? ഞാനത് ദുബായില് ഇരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിക്കണം. അല്ല എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യണില്ല. എന്തൊന്നും ചെയ്യാത്ത ഹൗസ് വൈഫ് ആണോ? അപ്പൊ ഹൗസ് വൈഫാന്ന് പറയല്ലോ. വീട്ടിലെ ഭാര്യ, പുറത്തിറങ്ങിയ ഭദ്രകാളി. ഓക്കെ. ഏതാക്ഷരം? ഏ ആയിക്കോട്ടെ. ആരും എടുത്തില്ല. എന്താ എടുക്കാന്ന് അറിയാം. ശ്രുതി എവിടെയാ നാട്ടില്? കോഴിക്കോട് എവിടെ? തക്കോടി. അന്താക്ഷരി. വാക്കാക്ഷരി ഞാൻ മാറ്റി അന്താക്ഷരിയാക്കി കേട്ടോ. അതായത് അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്നും പാട്ട് പാടിക്കൊണ്ടേ പോണം. ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. രണ്ടുപേരും പരസ്പരം പാടുന്നു. അവസാനം ആരെടുത്താണോ എത്തുന്ന അയാളാണ് ഔട്ടാവുക. പക്ഷെ അക്ഷരം തരണം കേട്ടോ. അക്ഷരം പറയാനുള്ള കടമ ആർക്കാണോ, ആരെ കയ്യിലാണോ അവരാണ് പറയേണ്ടത്. ഇപ്പൊ ഞാൻ പാടുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. മാനസ പൊയ്കയിൽ. അത് വേണ്ട. അത് വേണ്ട. ഒരു പാട്ടും വരുന്നില്ല ആവശ്യത്തിന്. ഒന്നും പോരെ. മാണിക്കല്ലായി മേഞ്ഞു മെലഞ്ഞേ മാമണി കൊട്ടാരം, മേലെ തടുപ്പായി നീന്തി തുടിക്കും മാമണി കൊട്ടാരം.
തങ്കത്തിൻ കൊട്ടാരം. കൊട്ടാരം കാ. കൊട്ടാരം. കറുത്ത പെണ്ണേ ഓ, നിന്നെ പാട്ട് കഴിഞ്ഞു. കാണാനിട്ടൊരാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടേ. ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാ വാ വാ. വാ വാ താമര പെണ്ണേ നീയൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. പാൽക്കണ്ണെഴുതിയ മകര നിലാവിൽ മാമ്പൂ മണമൊഴുകി. മണമൊഴുകി മാ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. ഓ ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പാ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു വാക്കു മിണ്ടാഞ്ഞതല്ലേ, മിണ്ടാഞ്ഞതല്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ തെറ്റി. നന്നായി പാടുകയും ചെയ്തിരുന്നു, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ജയിച്ചു കേട്ടാ. ഓ താങ്ക് യു. എനിക്കത് ആ വരി അങ്ങോട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഒത്തിക്കാൻ പറ്റിയില്ല. സന്തോഷം. അപ്പൊ എന്തായാലും ശ്രുതി ജയിച്ചിട്ട് പോയി. ഹലോ, ശ്രുതി എന്നുള്ള പേര് കേട്ടാൽ തന്നെ ഞാൻ പാട്ട് കൊടുക്കരുതായിരുന്നു, വന്നപ്പോ തന്നെ ഞാൻ മാറ്റി പിടിക്കണം. ഹലോ ഹലോ, ആരാ? ഹെന്ന. ഹെന്ന, എന്നാ വിശേഷം? ഓ സുഖം. എന്ത് ചെയ്യുന്നു ഹെന്ന? ഹൗസ് വൈഫാണ്. ആരുടെ? സുഫിയാന്റെ. സുഫിയാൻ പെൺകുട്ടിയുടെ പേരാണല്ലോ. സുഫിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയായി, സുഫിയാൻ എന്ന് പറഞ്ഞ ആൺകുട്ടി അല്ലേ? അല്ലേ? സുഫിയാന എന്ന് പറഞ്ഞ പെൺകുട്ടിയായില്ലേ? സുഫിയാന എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഉണ്ടോ പുള്ളിക്ക്? ഇല്ല, ഒറ്റ ആൺകുട്ടിയുള്ളൂ. വേറെ ആരും ഇല്ലേ? പെങ്ങന്മാരൊന്നുമില്ലേ? 2 സിസ്റ്റേഴ്സ് ഉണ്ട്. നാത്തുമ്പേരുണ്ടോ? ഒട്ടുമില്ലേ? ഈ പുതിയ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്, ഒത്തും പണ്ടത്തെ പോലെ ഒരു പഞ്ചില്ല. ഒരു ഉഷാറ് വേണ്ടേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി അമ്മ മരുവോള് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഓ ആ വീട്ടിൽ തന്നെ എന്ത് രസമായിരിക്കും അറിയോ? ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷം വരുന്നത്. ഏതാ അക്ഷരം എടുക്കുന്നേ? ശരിക്കും അങ്ങനെ ഒരു യുദ്ധമൊക്കെ ഉണ്ട്, എന്ത് രസമല്ലേ? ഇടക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ അല്ലേ? ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കൽ പോലും? നിങ്ങളൊക്കെ ന്യൂ ജനറേഷൻ ആയതുകൊണ്ടാണ്. ന്യൂ ജനറേഷൻ നിങ്ങൾ ഈ വീഡിയോ മറ്റേ ഒരുമിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അല്ല, ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ ഉള്ളത്, എപ്പോഴെങ്കിലും. അതാണ്. അപ്പൊ ഒരുമിച്ച് ഉണ്ടായിരുന്നെങ്കിൽ സംഭവം വേറെ വഴിക്ക് പോയനെ. സച്ചു, നീ കേട്ടോണ്ടിരിക്കുകയാണോ? പി ഓപ്പൺ ചെയ്. സച്ചു അടക്കം നമ്മളെ പരിപാടി കണ്ടെങ്കിൽ ആസ്വദിച്ചങ്ങ് ഇരിക്കും. സച്ചു എന്റെ ഭയങ്കര ഒരു ആരാധകനാ. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഹെന്ന അല്ലേ? ഹെന്ന ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇംഗ്ലീഷ് മീഡിയം നമ്മൾ നേരത്തെ കളിച്ച പോലെ തന്നെ കളിക്കാം. അതായത് ഒരു സിനിമാ നടന്റെ പേര് പറയും, ആ നടൻ അഭിനയിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പേരിലുള്ള സിനിമാ പേരുകൾ പരസ്പരം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. ആരാണോ അവസാനം എത്തുമ്പോ ആരടുത്താണോ എത്തുന്നത് അയാൾ ഔട്ടാവും. ഇംഗ്ലീഷ് പേരിലുള്ള സിനിമാ പേരുകൾ. നേരത്തെ ഞാൻ കൊടുത്ത ശ്രീനിവാസനാണ്. ഇപ്പൊ ഞാൻ ഒരു കുറച്ച് കൂടുതൽ സിനിമയുള്ള പേര് തന്നെ കൊടുക്കാം, മാക്സിമം പറയട്ടെ. എനിക്ക് പ്രാന്താണ്ട. ഇല്ല, ഞാൻ കൊടുക്കൂല. എന്നോട് പറയുന്ന നെടുമുടി വേണു കൊടുക്കാൻ എനിക്ക് പറ്റൂ. അവൻ ഭ്രാന്താണ് ഈ പിന്നെ നിരഞ്ജന്. ഞാൻ തരൂല അത്. ബിജു മേനോൻ തരാം. ബിജു മേനോന്റെ ഇംഗ്ലീഷ് ഫിലിംസ്. അതെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ടൈം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനി പ്രത്യേകം സച്ചുവിനോട് റിക്വസ്റ്റ് വേണോ? 2020 ബിജു മേനോന്. ബിജു ഇനിയിപ്പോ ബിജു അപ്പുറത്തുള്ള റൂമിലെ ബിജു ഇറങ്ങി വരും. അവിടുന്ന് ബിജു ബിജു എന്ന് വിളിക്കും. എന്നെ എന്തോ വിളിക്കുന്നു. ഹലോ, എന്താണ്? പറയൂ. 2020 കഴിഞ്ഞ്. ക്രിസ്ത്യൻ ബ്രദേഴ്സ്. വെരി ഗുഡ്. സാൾട്ട് മാംഗോ ട്രീ. എന്റെ കയ്യിൽ ഇവിടുന്ന് ഒരു പേര് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ സീനിയേഴ്സ്. അയ്യോ,
അതിൻ്റെ അകത്ത് വേറുണ്ട്. സീനിയേഴ്സിൽ വേറെ ഒന്നുണ്ടോ? അതേതാണ്? അതേ പാറ്റേണിൽ വന്നത് റോമൻസ് റോമൻസ് കസിൻസ്. പിന്നെ അത്ര സ്പീഡിലാണ് കിട്ടുന്നത്. കസിൻസിൽ ഇല്ല, കസിൻസിൽ ബിജു മേനോൻ ഇല്ല, ജോജു ആണ് അതിനകത്ത്. ബിജു മേനോന് പകരം ജോജു ആണ്. അപ്പൊ ഞാൻ മാറ്റി പറയണം. ഓക്കെ. ഓർഡിനറി, മറ്റേ ബസ്സിൽ ഓർഡിനറി. നെക്സ്റ്റ് ഇത് ഹിന്ദി പറ്റുമോ? ഹിന്ദി പറ്റില്ല. ഹിന്ദി പേര് പറ്റില്ല, മലയാളം ഇംഗ്ലീഷ് പേര്. ഹിന്ദി ഇല്ല നമ്മളെ. കെയർ ഓഫ് ബിജു അല്ല ഇല്ല. കെയർ ഓഫ് ബിജു കത്ത് എഴുതാൻ പോണ. അയ്യോ, അതില് ഉപ്പ് എന്നുള്ളൊരു വാക്കുണ്ട്. ഓഹോ. എന്ന് രക്ഷാധികാരി അല്ലല്ല, സോൾട്ട് ആൻഡ് പെപ്പറിലില്ലല്ലോ. ഇല്ല. മറ്റേ ഇതിന്റെ മേരാ നാം ഷാജി ഇന്ത്യയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒരെണ്ണം കൂടി. സ്പാനിഷ് മസാല. സ്പാനിഷ് മസാല ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ഇപ്പൊ ഇറങ്ങിയ കോപ്പി എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, എന്താണ് കോപ്പിയോ അങ്ങനെ എന്തോ ഒരു പടല്ലേ, തുണ്ട്. ആ തുണ്ടാണോ? ഇല്ല ഇല്ല. അപ്പൊ എന്തായാലും കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ഞാൻ ജയിച്ച്. സാരല്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്നാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ഇനിയിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ വരും. നാളെ എട്ടരക്ക് വരും. ഇപ്പൊ അടുത്ത ആളെടുത്ത് പോവാം. ഹലോ ഹലോ, ആരാ? ഷഹാന. ഷഹാന എന്ത് ചെയ്യുന്നു? 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് സ്കൂളിൽ പഠിക്കുന്നു? വുഡ്ലം പാർക്ക് സ്കൂൾ. വുഡ്ലം പാർക്ക് സ്കൂളിൽ. അജ്മാനിലാണോ, ഷാർജയിലാണോ, ദുബായിലാണോ? ദുബായ്. ഏത് അക്ഷരം മോൾ എടുക്കുക? മോക്ക് പറ്റിയ ഗെയിം ആണോന്ന് അറിയില്ല. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? കുസൃതി ചോദ്യം എടുത്തോട്ടെ? കുസൃതി ചോദ്യം എടുക്കണ്ട. കുസൃതി ചോദ്യം തരാം. ഇത് ഓപ്പൺ ആക്കാതെ തരാം. ഓക്കെ, റെഡി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള തരാം. നേരത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യം തരാം. മോള് ജയിക്കാണ്, ജയിക്കട്ടെ വിചാരിച്ചിട്ടേ. ചോദിക്കട്ടെ? സിമ്പിൾ ആയിട്ടുള്ള വേണം അല്ലേ? ഓക്കെ, ഇത് 2 അക്ഷരമുള്ളൊരു വാക്കാണ്. അവിടെ ആളുണ്ട്. അപ്പോ ഓക്കെ, ആദ്യത്തെ അക്ഷരം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലുള്ളൊരു വാക്കാണ്. 2ാമത്തെ അക്ഷരം ഒരു ഹിന്ദി വാക്കാണ്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒരു മൃഗമാണ്. സിംഹം. റൈറ്റ് ആൻസർ. ആരാ പറഞ്ഞേ? വാപ്പ. വാപ്പയുടെ പേരെന്താ? ഷാനവാസ്. ഷാനവാസ്. വാപ്പാനെ പോലത്തെ വാപ്പയൊക്കെ വാപ്പയാണ്. വാപ്പ ഇങ്ങനെ ചെയ്യാവോ? വാപ്പ ഇങ്ങനെ ചെയ്യുമ്പോ ആൾക്കാർ വിചാരിക്കൂലേ വാപ്പ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും എന്ന് വിചാരിക്കൂലേ? വാപ്പ എപ്പോഴും സ്കൂളിൽ പോവോ? എന്താണ് വാപ്പ ഇങ്ങനെ വല്ലാത്ത വാപ്പയായത്? മോശമായി പോയി വാപ്പ. മോളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ സ്കൂളിൽ പോകുമ്പോ? ഇപ്പൊ സഹായിച്ചത് മോശമായി പോയില്ലേ? സാരമില്ല, ജയിച്ചു. താങ്ക് യു സോ മച്ച്. അടുത്ത ആളിലേക്ക് പോവാം. ഹലോ. ആരാ? അമൻ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കാണ്. എത്രാം ക്ലാസ്സില്? 12. ഇന്ന് പോയിട്ടില്ലേ? പോയി വന്നതാ. എന്താ, കോമേഴ്സ് ആണോ? അതെ. എന്നിട്ട് എന്താ പരിപാടി പ്ലസ് 2 കഴിഞ്ഞിട്ട്? കഴിഞ്ഞിട്ട് അങ്ങനെ ലോ എടുക്കണം എന്നാണ്. അതെ. വീട് തന്നെ എടുക്കുവോ അതോ നാട്ടിൽ പോയി എടുക്കുവോ? പുറത്തു പോയി എടുക്കണം എന്ന് ആഗ്രഹം. നിങ്ങൾ എന്തിനാ ലോ എടുക്കുന്നത്? ഹൈ എടുത്തൂടെ? എടാ അക്ഷരം പറയടാ. എടാ എന്ന് കഴിഞ്ഞില്ലേ? ഉണ്ട്. എന്നുണ്ട്. നിങ്ങൾ ഇത് നോക്കി നിൽക്കാണ്, ഞാൻ കാണുന്നില്ലല്ലോ. എന്താണത്? പാട്ടുമാല മോനെ, പാട്ട് പാടുവോ നീ? പാട്ട് പറഞ്ഞാ മതിയോ? പറഞ്ഞാ പോരാ. നിന്റെ ഈ ശബ്ദം വെച്ച് യേശുദാസ് വരെ തോറ്റുപോവല്ലോ. എനിക്ക് പാടാൻ പറ്റൂല. എന്താ പാടാൻ പറ്റാ? നീ ഒന്ന് പാടി. ഒന്നാനാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ? നീ പാടിയ നീ? എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ പഠിക്കണ്ടേ? നമ്മളൊക്കെ പഠിച്ച പാട്ടുകളാണ് അതൊക്കെ. ശ്രദ്ധകാകളി വൃത്തത്തിൽ 2ാം ഭാഗത്തിൽ അന്ത്യമ്മ 2 അക്ഷരം കുറഞ്ഞിടില്ല അത് മഞ്ചരി ആയിടും. കേട്ടിട്ടുണ്ടാ? അതന്നെ. അതന്നെ. ഏതന്നെ? A+B² പഠിച്ചിട്ടുണ്ടാ? പഠിച്ചിട്ടുണ്ട്. അതറിയാം. മലയാളത്തിലൊരു സാധനം പറഞ്ഞ അവൻ അറിഞ്ഞൂടാ. അറിയില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പൊ വാക്ക് കേട്ടെ. അല്ല, റൂൾ എന്താണ്? കളി എങ്ങനെയാ? ഇത് ഒരു വാക്ക് തരും, ആ വാക്കിൽ ഒരു പാട്ട് പാടുക. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആ പാടുന്ന പാട്ടിൽ ഒരു വാക്ക് എടുത്തിട്ട് ഞാൻ വീണ്ടും തരും. ആ പാട്ടിൽ അങ്ങനെ 7 പാട്ട് മൊത്തത്തിൽ പാടണം. ഓക്കെ, ശരി. റെഡി? ടൈം ഒന്ന് മാറ്റിയിടോ, പയ്യന് പറഞ്ഞു കൊടുക്കാനും വെച്ചു.
സച്ചു ദുഷ്ടനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ ഇട്ട് തുടങ്ങി. ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോനെ. അപ്പൊ ഞാൻ വാക്ക് തരട്ടെ. 1, ഒന്നാങ്കിളി, രണ്ടാങ്കിളി, മൂന്നാങ്കിളി, നാലാങ്കിളി. ഒന്നാങ്കിളി, രണ്ടാങ്കിളി, മൂന്നാങ്കിളി, നാലാങ്കിളി. അതന്നെ. ചെവിയിലെ കൂടിയൊക്കെ എന്താ പുക പോകുന്നുണ്ട്. പാട്ട് പാട്. ഒന്നാങ്കിളി, രണ്ടാങ്കിളി, മൂന്നാങ്കിളി, മൂന്നാങ്കിളി. അത് ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് എങ്ങനെ വാക്ക് തരും? മൂന്നാങ്കിളി, നാലാങ്കിളി. ആ പോട്ടെ. കിളി. കിളി. ആരാ അത്? മാറിയിക്കാൻ പറ. കിളിയേ, കിളിയേ. അയ്യോ, കിളിയൊക്കെ പോവല്ലോ ഇപ്പൊ. കിളിയേ, കിളിയേ പാടറ ശരിക്ക്. തോപ്പിൽ. മണിമേഘത്തോപ്പിൽ. ആ മണി. മണിമുറ്റത്താവണിപ്പന്തൽ. ഈശ്വരേ, ഇവൻ പറയണം. നീ ശരിക്ക് പാട്. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. അതന്നെ. അമ്പിളി. 3 അമ്പിളി. അമ്പിളി കരച്ചൂടും. എന്റെ ദൈവമേ, നീ എന്തു പറഞ്ഞേ? അമ്പിളി കരച്ചൂടും. കറിച്ചൂടും അല്ല, ചിക്കൻ കറി. അമ്പളി കരച്ചൂടും. നീ ശരിക്കും കറക്റ്റായിട്ട് പാടിയിട്ട് പോയാ മതി ഇവിടുന്ന്. അത് പാട്. ആരാ അത് പഠിപ്പിക്കുന്ന? അവരടുത്ത് പാടാൻ പറ. അല്ലെങ്കിൽ അടുത്ത് കൊടുക്ക. ആ കൊടുക്കുക. അമ്പിളിക്കല ചൂടും തിരുജടയിലേ. കേട്ട ശബ്ദമാണല്ലോ. ഹനയോ? അല്ല, എന്താണ് പേരെന്തായിരുന്നു? എന്റെ പേര് അമൻ. അല്ല, പാട്ട് പാടിയ ആളെ പേരെന്തായിരുന്നു? 4 പാട്ട്. അമ്പിളി കര ചൂടും. കര. കര. കലയാണ്. കല. 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 ആ കല വെച്ചിട്ട് കലാസല കലസല കലാസല കലസല. മലയാളം അല്ല അത്. അതുകൊണ്ടാണ് ഞാൻ പാടിയത്. കൽക്കണ്ടൻ ചുണ്ടിൽ പറ്റിയ ശ്രമിക്കോ? എന്തോ കൽക്കണ്ടൻ ചുണ്ടിൽ. എന്തോന്ന്? കലയാണ്. എന്തായാലും സമയം കഴിഞ്ഞ് 4 പാട്ടേ എത്തിയിട്ടുള്ളൂ. പിന്നെ കൂടുതലും അവർ പറഞ്ഞു തരുന്നത് മോനെ മനസ്സിലാവുന്നുമില്ല. അറിയോ? പാട്ടറിയോ? സുഖസാഗരങ്ങളെ കലകാരൻ. ആ പാട്ട് പാടാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. സുനിത്യ. യെസ്, ഹൗ ആർ യു? ഐ ആം നോട്ട് ദാറ്റ് ഓക്കെ. ഇത്തിരി ഹെൽത്ത് പ്രോബ്ലം. ഹെൽത്ത് പ്രോബ്ലം? കഴിഞ്ഞ ആഴ്ച നമ്മളെ മെലഡിക്ക് വന്നിട്ട് കണ്ടായിരുന്നല്ലോ. ഞാൻ എങ്ങനെയൊക്കെയോ വന്നതാ. ആ, മെലഡിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. നിങ്ങളൊക്കെ പാട്ട് പാടുന്ന ആൾക്കാരല്ലേ. നിങ്ങളൊക്കെ 1 മിനിറ്റിൽ കുറയാത്ത മെലഡിയുടെ മെലഡി ഡ്രീംസിന്റെ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അയച്ചോളൂ കേട്ടോ. അല്ല, അത് തമിഴും മലയാളം. ഞാൻ ഹിന്ദി സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. തമിഴും മലയാളം? തമിഴും മലയാളം അയക്കണ്ട. ഞാൻ ഹിന്ദി സ്പെഷ്യലിസ്റ്റ് ആണല്ലോ എന്ന്. അത് അങ്ങനെ പറഞ്ഞുകൂടാ. മലയാളം പാടാലോ. ഹിന്ദി പാടുന്നവരൊക്കെ മലയാളം പാടാൻ പാടില്ലേ? ശ്രേയാ ഘോഷാൽ ഹിന്ദിക്കാരിയാണ്. അവര് വന്നിട്ട് മലയാളം പൊളിച്ചെടുക്കിട്ടാ പോകുന്നത്. ഒരക്ഷരം പറയും. സമയമില്ല, ഒരക്ഷരം പെട്ടെന്ന് പറ. ഹലോ, ഞാൻ ഗെയിം വേണ്ട. ഞാൻ ഞങ്ങളൊരു കാര്യം പറയാനാ വിളിച്ചത്. താങ്ക് യു സോ മച്ച് UBL ആൻഡ് ദുബായ് ക്രൊക്കഡൈൽ പബ്. ഞങ്ങൾ പോയിട്ടോ. ഗംഭീരല്ലേ? ഗംഭീരായിരുന്നു. നല്ല ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്, ഈ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ ഈ കോൾ എടുത്തത് എന്തായാലും ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. കുട്ടികൾക്ക് അവർക്ക് ജൂലൈയിൽ ഫ്രീ ആന്ന് പറഞ്ഞു. ജൂലൈയിൽ സ്കൂൾ നടക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ആ സൗജന്യം എല്ലാവരും എടുക്കട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം. ഇന്ന് തൽക്കാലത്തേക്ക് പോവാണ്. എനിക്കൊരു ലോട്ട് എടുക്കാനുള്ളത് ക്രോക്കഡൈൽ പാർക്കിലേക്ക് ഇന്ന് പോകാനുള്ള വിന്നറിന് ഒരു മൊണ്ടേഷൻ അടിച്ച് തിരിച്ചു വന്നിട്ട് ഞാൻ ഇപ്പൊ തരാം. നിരഞ്ജന ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് എടുത്തിട്ട് തരാം. ഓക്കെ. അപ്പൊ ഇന്ന് ജയിച്ച ആളിൽ നിന്നും ഒരാൾക്ക് ഞാൻ ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള സമ്മാനം കൊടുക്കുകയാണ്. ഗംഭീരാണ് കേട്ടോ. കിട്ടിയ ആൾക്കാർ പോവാണ്ടിരിക്കരുത്. 1 നഷ്ടമായിരിക്കുള്ളൂ പോയില്ലെങ്കിൽ. ഷാനവാസ് അല്ലേ? ഷാനവാസ് അല്ല, ഷെഹാന, യു ആർ ദ വിന്നർ. ഷെഹാനക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഷെഹാന, അപ്പോൾ മറക്കാണ്ട് പോകണം. എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് കാര്യങ്ങൾ? 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് നാളെ രാവിലെ 9 മണി മുതൽ 5 മണി 6 മണിക്കുള്ളിൽ വിളിക്കുക. ഇത് നാളെ മാത്രമല്ല, വർക്കിംഗ് ഡേയ്സിലെല്ലാം വിളിക്കാം. തിങ്കൾ മുതൽ വ്യാഴം വെള്ളി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചിട്ട് നിങ്ങളുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പോകാം. അപ്പോൾ എന്തായാലും വീണ്ടും നാളെ കാണാം. നാളെ കാണുന്നവരേക്കും ടാറ്റാ ബൈ ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യ വിത്ത് മീ നിഷാദ് കട്ടോണി ആൻഡ് സച്ചു ഭായ് ആൻഡ് നിരഞ്ജൻ ആൻഡ് റാഫി. ഗുഡ് നൈറ്റ്.